യുവജനങ്ങൾക്കിടയിൽ വർദ്ധിച്ചുവരുന്ന അക്രമവാസനയ്ക്കെതിരെ IHRD സ്കൂളിന്റെ നേതൃത്വത്തിൽ സ്നേഹത്തോൺ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. വിദ്യാമോൾ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ യുവജനങ്ങൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന അക്രമവാസനകൾക്കെതിരെ സ്നേഹസന്ദേശം പ്രചരിപ്പിക്കുന്നതിനാണ് മല്ലപ്പള്ളി IHRD സ്കൂളിന്റെ നേതൃത്വത്തിൽ സ്നേഹത്തോൺ സംഘടിപ്പിച്ചത്. IHRDയുടെ സംസ്ഥാനത്തെ 88 സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ നടത്തിയ സ്നേഹത്തോണിന്റെ ഭാഗമായിട്ടാണ് മല്ലപ്പള്ളിയിലും ലഹരി വ്യാപനത്തിനെതിരെ റൺ അവേ ഫ്രം ഡ്രഗ്സ് എന്ന പേരിൽ കൂട്ടയോട്ടം സംഘടിപ്പിച്ചത്. മല്ലപ്പള്ളി ടാക്സി സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച കൂട്ടയോട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. വിദ്യാമോൾ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഒരു കൂട്ടയോട്ടമാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ലഹരിക്കെതിരെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന മാഫിയക്കെതിരെ മയക്കുമരുന്നിനെതിരെയുള്ള ഒരു പ്രശ്നങ്ങളാണ് നടന്നിരിക്കുന്നത്. ഈ കൂട്ടത്തിന് വേണ്ടി നമ്മളെല്ലാവരും ഒത്തൊരുമയോടെ നിന്നാൽ മാത്രമേ ഇത് വിജയത്തിലെത്തിക്കുകയുള്ളൂ. നമ്മുടെ പുതിയ തലമുറയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെയും കൂടി ആവശ്യമാണ്. എല്ലായിടത്തും മയക്കുമരുന്നിൻ്റെയും ഇപ്പം വന്നിരിക്കുന്ന കുടുംബത്തിലെ എല്ലാവരെയും ചുറ്റിയെ കഴിച്ചു കൊല്ലുക, കൊച്ചു കുഞ്ഞുങ്ങൾ മുതലേ ലഹരിക്ക് അടിമയായിട്ട് വരുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മളെല്ലാവരും ഒത്തൊരുമയോടെ നിന്ന് അതിനെതിരെ നല്ലപോലെ പ്രതികരിക്കണം. അതിൻ്റെ ഒപ്പം തന്നെ നമ്മളുടെ പോലീസ് ഓഫീസർമാരും എക്സൈസുകാരും എല്ലാം നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇന്ന് മിനിസ്റ്റർ ഉദ്ഘാടനം എഴുതി കഴിഞ്ഞിരിക്കുകയാണ്. IHRDയുടെ നേതൃത്വത്തിലുള്ള ഈ കൂട്ടയോട്ടത്തിലേക്ക് അതിൽ നമ്മൾ പങ്കുചേരുകയാണ്. സീനിയർ സിവിൽ പോലീസ് ഓഫീസർ PH അൻസി മുഖ്യ സന്ദേശം നൽകി. ഈ പ്രത്യേക കാലഘട്ടത്തിൽ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെ സംബന്ധിച്ച് എനിക്ക് മുമ്പ് സംസാരിച്ച ആളുകൾ സൂചിപ്പിക്കുകയുണ്ടായി. എന്നിരുന്നാലും 1-2 കാര്യങ്ങൾ പറയാതിരിക്കാൻ കഴിയില്ല. നമ്മുടെ സ്കൂളുകളിലൊക്കെ ഈ സംസാരിക്കുന്ന ഇവിടെ നിൽക്കുന്ന എല്ലാ ആളുകളും അടികൊണ്ട് വളർന്ന കുട്ടികളാണ്, അടികൊണ്ട് വളർന്ന ആളുകളാണ്. അടികൊണ്ട് വളർന്ന കുട്ടികളൊക്കെ ഇന്നും സമൂഹത്തിൽ നന്നായി നല്ല സ്വഭാവത്തോടുകൂടി മിടുക്കരായി ജീവിക്കുകയാണ്. പക്ഷെ എവിടെയൊക്കെയാണോ നിയന്ത്രിക്കപ്പെടേണ്ട ആളുകളുടെ കയ്യും കാലും കുറിച്ചുവെല്ലാം ഇട്ടത്, അവിടെയൊക്കെ സമൂഹത്തിൽ നിന്ന് വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ആരെയും നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ വിദ്യാലയങ്ങളും സമൂഹവും കുട്ടികളുമൊക്കെ മാറിയതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല ഭവിഷ്യത്തുകൾക്കും കാരണം. നമ്മൾ വിചാരിക്കുന്നതൊന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കില്ല. നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ വിദൂരമാണ് എന്ന് വിചാരിക്കുമ്പോൾ വെഞ്ഞാറമ്മൂട്ടിലെ അഭാനം, കോഴിക്കോട്ടെ ഷഹബാസുമൊക്കെ നമുക്ക് അന്യമല്ല. നമ്മുടെ വീട്ടിലും നമ്മുടെ സമൂഹത്തിലും നമ്മുടെ നാട്ടിലുമൊക്കെ വിദൂരമല്ലാതെ ഇതൊക്കെ സംഭവിക്കും. ഇത്തരം പ്രശ്നങ്ങളെയൊക്കെ നമുക്ക് മാറ്റി നിർത്തണമെങ്കിൽ നമ്മളെല്ലാവരും ഉണർന്നു പ്രവർത്തിച്ചേ മതിയാകൂ. കീഴ്വായ്പൂര് SI സതീഷ് ശേഖർ, എക്സൈസ് ഇൻസ്പെക്ടർ അനു ബാബു, പ്രിൻസിപ്പൽ ഹെലീന തുടങ്ങിയവർ പ്രസംഗിച്ചു. മല്ലപ്പള്ളി തിരുവല്ല റോഡിൽ കൂടി 1 വേ റോഡ് വഴി കോട്ടയം റോഡിൽ കൂടി കൂട്ടയോട്ടം മല്ലപ്പള്ളി ടൗണിൽ സമാപിച്ചു.